ബ്ലഡ് എല്ലാം അടിച്ച് തീർത്തടാകുമായിരുന്നു. എന്തോ സംഭവം? സബാസ്റ്റ്യോ, ജോൺസാ, സബാസ്റ്റ്യ, സിനിമയ്ക്ക് പോകാൻ വരുവന്നു. തോളെ കൈട്ടുണ്ട് വരുന്നത്. പണിക്ക് വന്നല്ലയോ? ഏടാ, എനിക്കറിയാൻ മേലോട്ട് ചോദിക്കുക. ഇത് ആദ്യം വരുമ്പോഴേ പെയിന്റ് എടുത്ത് നിങ്ങളുടെ ദേഹത്തങ്ങ് അടിക്കും, എന്നിട്ടുള്ള പെയിന്റ് പണി തുടങ്ങത്തുള്ളൂ. ചുമ്മാലൂടെ പെയിന്റ് ചെയ്തില്ല നമ്മൾ അച്ഛൻ പരാതി പറയുന്നത്. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരുടെ പോയി ആ മേലെ പാരപ്പറ്റ് പായല് തേച്ച് കഴുകിഞ്ഞിറക്കിയത് കേട്ടാ. മേളത്ത് ഒരു ശകല സിമെന്റ് അവിടെ വെച്ചേക്കണേ. തേച്ച് സിമെന്റ് കൂടെ കളക്കല്ലേടാ, ആത്മാർത്ഥത കൂടല്ലേ. രണ്ടുപേരുടെ ഒന്ന് ഉത്സാഹിക്കണം ഇന്നത്തേക്കാ കേട്ടോ. എന്തായി പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ? അച്ഛാ അത് എല്ലാം നല്ല ക്ലീനായിട്ട് ചെയ്തോണ്ടിരിക്കല്ലേ? പിന്നെ കാര്യമൊക്കെ അറിയാലോ. എനിക്ക് 10 ദിവസത്തെ ലീവേ ഉള്ളൂ. അതിനെന്താ അച്ഛനെ പോയിക്കോ, ഞാൻ ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യും. ഞങ്ങൾ ചെയ്യാം അച്ഛൻ ധൈര്യം. പിന്നെ ജോൺസാ, എനിക്ക് മനസ്സിലാവാത്തെന്ന് പറഞ്ഞാൽ 14 ലിറ്റർ പെയിന്റാ പറഞ്ഞു. അതെ, ഇപ്പൊ തന്നെ മൊത്തം 40 ലിറ്റർ എടുത്തു. അതെന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. 40? പിന്നെ 40 എടുത്തില്ലേ? നീ എത്ര പ്രാവശ്യം എന്റെ പൈസ അടിച്ചോണ്ട്? അച്ഛൻ പറയാൻ മനസ്സിലാക്കണം, നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് നാ കണ്ട വെള്ളം കുടിക്കുമെന്ന് അച്ഛന്റെ വീട് കണ്ടാലും. അല്ല, അത് സംഭവിച്ചു. ഇതിപ്പോ എത്ര കോട്ട് അടിച്ചെന്നറിയോ? നീ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചതിനെ കൊണ്ടാ നിന്നെ ഏൽപ്പിച്ചത്. ഇപ്പൊ 4-5ാമത്തെ കോട്ടാ ഭിത്തി അടിച്ചിട്ട്. അതുകൊണ്ട് ഇപ്പൊ പളപളാന്ന് കിടക്കുന്നത് സംഭവം. 4-ാമത്തെ 5-ാമത്തെ അതെന്തിനാ? പിന്നെ ഭിത്തിക്ക് ഇങ്ങനെ കോട്ടിങ്ങനെ കൂട്ടി അടിച്ചു കഴിഞ്ഞാലേ ഭിത്തിക്ക് വണ്ണം അങ്ങ് കൂടും. പിന്നെ റൂമിന്റെ സ്പേസ് ഒക്കെ അങ്ങ് കുറയും. ഞങ്ങൾക്ക് ഒരു ബെഡ് പോലും അവിടെ ഇടാൻ പറ്റത്തില്ല. പറയാൻ മനസ്സിലായി? നീ ഒരുപാട് വണ്ണം കൂട്ടല്ല ജോൺസ് കേട്ടാ. 40 ലിറ്റർ പെയിന്റ്. നിന്റെ പണിക്കാരൊക്കെ ഇവിടെ രണ്ടുപേരും മേലോട്ട് പോയി എന്ന് വെച്ചാൽ മരിച്ചു പോയി. അല്ലെന്ന് പിന്നെ മേളെ പായല് കഴിയാൻ പറ്റും. പായല് കഴുകാൻ പറ്റും. വേറെ ഉണ്ട് ഇവിടെ. ബേബിയേ, ഓ നീ വന്നാടാ. നീ എവിടെ പോയി? അടുക്കളയിൽ നിൽക്കുന്ന നിന്റെ അലമാര അടിക്കലല്ലേ പറഞ്ഞത്? അലമാര അടിച്ച് ഞാൻ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നീ അടുക്കളോട്ട് പോയി അച്ഛാ വെള്ളം എടുക്കാൻ പോയച്ചാ. വെള്ളം തിരടാ, കാപ്പ് കുടിക്കാൻ. രാവിലെ വന്നാ ഈ കാപ്പിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ വിശന്നിരിക്കാന്നാ? വിശന്നാ? ഒരു കാര്യം ചെയ്യാൻ ജോൺസാ, ഞാൻ ഇവിടെ ഒരു കാപ്പിക്കടയും കൂടെ അങ്ങ് തുടങ്ങാം. സൗകര്യമായിട്ട് കാപ്പി കുടിക്കാം. നിനക്കെല്ലാം കളിത്താമാസ ഇല്ല? അല്ല, നിങ്ങൾക്കെല്ലാം കളിത്താമാസ. ഞാൻ അവിടെ ചമ്മുന്നത് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം. എന്താ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നത് നേരത്തെ തുടങ്ങി. അച്ഛന്റെ ബന്ധുവല്ലേ തന്നെ? നീ ബന്ധു എന്ന് പറഞ്ഞ ബന്ധു ശത്രു ആവരുത്. അതല്ല, അവരെ മുമ്പിലൊന്നും വെച്ചാൽ അങ്ങനെ പറയല്ലേ. പിന്നെ ലൈൻ എടുത്താ ഞാൻ അമ്മാമ്മയോ? അതല്ല, ഇവിടുത്തെ അമ്മാമ്മ ലൈൻ ഇടാനോ? പിന്നെ ഇവിടെ ഇങ്ങനെ ലൈൻ എടുത്താ നീയാ? ഇവിടെ ഗായല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, തിരമാല അല്ല ഉദ്ദേശിക്കുന്നത്. ലൈൻ ഇടണം. അത് നിന്നെ കൊണ്ട് പറ്റുമോ? അച്ഛാ പറയുന്ന പണിയെല്ലാം ചെയ്യുമ്പോൾ ഒരു ലൈൻ ഇടാൻ പോലും തരുമല്ലോ. എന്തോ നീ ഇത് കണ്ട? എനിക്ക് വയ്യ എല്ലാം. എന്താ എന്താ കാര്യം? എന്താ കാര്യം? എന്തോ ഊണ് കഴിക്കുന്ന പാത്രം, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, പെയിന്റ്